ഇന്ന് ഞാനും ഏട്ടനും കൂടി ഒന്ന് അമ്പലത്തിൽ പോകാട്ടോ. 2 മാസമായി അവിടെ വന്നിട്ട് ഇതുവരെ ഒന്ന് അമ്പലത്തിൽ പോയിട്ടില്ല. അച്ഛൻ ഇന്ന് വിളിക്കുമ്പോഴും പറയൂ ഒന്ന് അമ്പലത്തിൽ പോയിക്കൂടെ മക്കളേന്ന്. എവിടെ നേരം, ഏട്ടനെ എന്നും മറക്കാട്ടോ. ഇന്ന് ഇതൊരു ഞായറാഴ്ചയാണ്. ഇന്ന് ഏട്ടന് ഡ്യൂട്ടി ഉണ്ട്, ബി ഷിഫ്റ്റ് ആണ്, ഉച്ചയ്ക്ക് പോകണം. നൈറ്റ് കഴിഞ്ഞതപ്പോൾ വന്നിട്ടേ ഉള്ളൂ. വന്നേക്ക് തന്നെ ഞാൻ അമ്പലത്തിൽ പോയാലോ ചോദിച്ചപ്പോൾ വേഗം മാറ്റി ഇറങ്ങിയതാട്ടോ. ഞങ്ങളുടെ റൂമിന്റെ തൊട്ടടുത്താട്ടോ ഈ അമ്പലം, നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അങ്ങനെ എന്താ ഞങ്ങൾ അമ്പലത്തിലെത്തി. നാട്ടിലത്തെ പോലെ നേരത്തെ കാലത്തൊന്നും ഇവിടുത്തെ അമ്പലങ്ങളൊന്നും തുറക്കില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ പോയത് തന്നെ 8:30 ആ സമയത്ത് അവിടെ അടിച്ചോര് കഴുകാണ്, ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല, വെയിറ്റ് ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കുറേ നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഉള്ളിലൊന്നും കയറ്റണില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ പറയണത് ഉള്ളിൽ കയറണമെങ്കിൽ ടോക്കൺ വേണമെന്ന്. ടോക്കൺ എത്ര രൂപ ചോദിച്ചപ്പോൾ ഒരാൾക്ക് 300 രൂപ. അപ്പോഴാണ് ഞങ്ങൾ ആ തീരുമാനം എടുത്തത് പുറത്തുനിന്ന് തൊഴുത്ത് പ്രദക്ഷിണ വെച്ചിട്ട് റൂമിൽ പോവാന്നുള്ളത്. ആറ്റുനോറ്റൊന്ന് അമ്പലത്തേക്ക് വന്നതാ. അപ്പൊ ഇതാ അവസ്ഥ. അങ്ങനെ ഫ്രണ്ടിലൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ നേരെ പ്രദക്ഷിണ വെക്കാണ്ടി പോയി. ഇവിടെ വലിയൊരു ഹനുമാൻ സ്വാമിന്റെ പ്രതിമ ഉണ്ട് കേട്ടോ. അവിടെ ഹനുമാൻ സ്വാമിനോടും പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിൽ പോയി. പഴയ റൂമായിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പ്രതിമ കാണാറുണ്ട് കേട്ടോ. അന്ന് വിചാരിച്ചതാ ഇങ്ങോട്ട് വരണമെന്ന്.